നമുക്കൊരു വിശിഷ്ട വ്യക്തിയെ ഇവിടെ ഇരിപ്പുണ്ട്. എല്ലാവരും കണ്ടല്ലോ, കാണാൻ പറ്റുന്നില്ലേ? സാറ് പുത്തൂർ സ്റ്റേഷനിലെ സാറ് ഇവിടെ എഴുതിയിരിക്കുമ്പോൾ കാണാം. എനിക്ക് സാറ് സബ് ഇൻസ്പെക്ടറാണ് പുത്തൂർ സ്റ്റേഷനില്. സാറിന് സാർ ഇവിടെ വരാനുള്ള കാരണം നമ്മുടെ സ്റ്റേഷൻ പുയ്യപ്പള്ളിയാണ്, സാറ് പുത്തൂർ പോലീസ് സ്റ്റേഷനാണ്. അടുത്തിടെ സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വാർത്തയുണ്ട്. അതായത് ഒരു കിണറിൽ വീണ പ്രായമായ ഒരു അമ്മയെ രക്ഷപ്പെടുത്തിയ ഒരു വാർത്ത. കഴിഞ്ഞ 2-3 ആഴ്ചയായി എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്ന വാർത്തയാണ്. പെട്ടെന്ന് ഇപ്പം കിണറിൽ ഇറങ്ങാൻ ഒരുപാട് ആൾക്കാർക്ക് സാധിക്കുമായിരിക്കും. പക്ഷേ നിറച്ച് വെള്ളമുള്ള കിണറ്റില് ഒരമ്മ അകപ്പെട്ടപ്പം വേറൊന്നും നോക്കാതെ, സ്വന്തം ജീവൻ പോലും നോക്കാതെ, കാര്യം വളരെ റിസ്ക് ആണ് ഒരു കിണറിലോട് ചാടുക, രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത്. ജീവൻ പോലും നോക്കാതെ അതിലേക്ക് എടുത്തു ചാടി ഫയർഫോഴ്സ് വരുന്നത് വരെ അമ്മയെ വെള്ളത്തിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് നിന്നു. സാറിന്റെ പേര് ജയേഷ് എന്നാണ് സാറിന്റെ പേര്. അപ്പൊ സാറിനെ നമുക്ക് എല്ലാവർക്കും ആദരിക്കേണ്ട ആ ഒരു കാര്യത്തിനാണ്. എല്ലാവർക്കും സാധ്യമാകുന്ന ഒരു കാര്യമല്ല. ആണോ? അല്ല. സാറ് സ്വന്തം ജീവൻ പോലും നോക്കിയില്ല. സാറിന് എന്ത് സംഭവിക്കുമെന്ന് സാറ് ചിന്തിച്ചില്ല. സാറിന്റെ മുന്നിൽ കണ്ടത് എന്താണ്? ജീവന് വേണ്ടി നിൽക്കുന്ന ഒരമ്മ. അത് മാത്രമേ സാറിന്റെ മനസ്സിലെത്തിയുള്ളൂ. അപ്പം നമ്മുടെ ജയേഷ് സാറിനെ, സബ് ഇൻസ്പെക്ടർ ജയേഷ് സാറിനെ നമ്മുടെ സ്കൂളിന്റെ പേരിൽ എല്ലാവരും കൂടെ നിറഞ്ഞ കയ്യടിയോടെ സ്വാഗതം ചെയ്യാം. അതോടൊപ്പം നമ്മളോട് ചേർന്ന് പുയ്യപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ബിജു സാറും സബ് ഇൻസ്പെക്ടർ രജനീഷ് സാറും എത്തിയിട്ടുണ്ട്. എല്ലാവരെയും നമ്മുടെ സ്കൂളിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ജയേഷ് സാറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട പുയ്യപ്പള്ളി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ബിജു സാറിനെ സാദരം ക്ഷണിക്കുന്നു. സാറിന് നമ്മുടെ സ്കൂളിന്റെ ഒരു മൊമെന്റോ നൽകുന്നതിനായി നമ്മുടെ സീനിയർ അസിസ്റ്റന്റ് ശ്രീമതി ഗിരിജ ചെറിയ ക്ഷണിക്കുകയാണ്. അതോടൊപ്പം സാറിന് ശ്രീ അബ്ദുൽ കലാമിന്റെ
ലിജോ സാറ് നിങ്ങളോട് സംസാരിക്കും. കറണ്ട് ഇല്ല, അതുകൊണ്ടാണ്. എല്ലാരും മിണ്ടാതിരുന്നാല് കേൾക്കാൻ പറ്റും. അപ്പൊ ബഹുമാനപ്പെട്ട HM, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷം നൽകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരു അമ്മയുടെ ജീവൻ രക്ഷിച്ച നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ ജയേഷ് സാർ, പുത്തൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായ ജയേഷ് സാറിന് ഇവിടെ ഇങ്ങനെ ഒരു ആദരവ്, പ്രത്യേകിച്ച് നമ്മളെ പുയപ്പള്ളി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉൾപ്പെട്ട പുയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഇത്തരത്തിലൊരു ആദരവ് സംഘടിപ്പിച്ച ഈ സ്കൂളിന്റെ അധ്യാപകരോടും അതുപോലെ PTA മാനേജ്മെന്റിനോടും മറ്റ് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരോടും നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ പുയപ്പള്ളി പോലീസിന്റെ എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ജയേഷ് സാറ്, അദ്ദേഹം പുത്തൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ്. ഇത്തരത്തിലുള്ള ഒരു മഹത് പ്രവൃത്തി ചെയ്യുക വഴി സമൂഹത്തിനാകെ മാതൃകയായിട്ടുള്ള, എല്ലാവർക്കും പ്രചോദനവും അതുപോലെ വഴികാട്ടിയും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. പുയപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ ബിജു സാർ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. ഇന്നത്തെ സമൂഹത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം, ശരിയല്ലേ? വിദ്യാർത്ഥികളായ നിങ്ങളും രക്ഷകർത്താക്കളും അതിനോടൊപ്പം തന്നെ മറ്റാൾക്കാരും തങ്ങളുടെ കടമകൾ മറക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ ഉള്ളത്. ശരിയാണല്ലേ? യെസ് ഓർ നോ? നിങ്ങൾ വിദ്യാർത്ഥികളാണ്, കുഞ്ഞുങ്ങളാണ്. ഞാൻ പല തവണ സ്കൂളുകളിൽ, അല്ലെങ്കിൽ എല്ലാ സ്കൂളുകളിലും ഞാൻ പോകുന്നതാണ് പല കാര്യങ്ങളായി. അപ്പൊ ഇത്തരം വിഷയമായിട്ട് ബന്ധപ്പെട്ട് തന്റെ കടമ കൃത്യമായി ചെയ്ത ഒരു പോലീസ് ഓഫീസറിന്, ഇപ്പം ഇവിടെ ആണെങ്കിൽ SPC ഉണ്ട്, കൂടാതെ SPC വളരെ ആക്റ്റീവാണ്. അതിനോടൊപ്പം തന്നെ മറ്റ് പല കാര്യങ്ങളിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലെല്ലാം വളരെ ആക്റ്റീവായ ഒരു സ്കൂളാണ് പുയപ്പള്ളി സ്കൂൾ. അതിനോടൊപ്പം തന്നെ നിങ്ങളെ വിദ്യാർത്ഥികളിൽ നിന്ന് ശരിയാവേണ്ട കുറച്ചധികം കാര്യങ്ങളും കൂടെ ഉണ്ട്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും അതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ രക്ഷകർത്താക്കൾ പറയുന്ന കേൾക്കുകയും അതുപോലെ തന്നെ ഒരു നല്ലൊരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ അവസരത്തിലും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിക്കും. നമ്മുടെ ഇന്നത്തെ വിശിഷ്ട വ്യക്തി ജയേഷ് സാർ, സാറിന്റെ അനുഭവങ്ങൾ നിങ്ങളോട് പങ്കുവെക്കും. സാറിനെ ക്ഷണിക്കുകയാണ്. ഏറെ ബഹുമാനപ്പെട്ട പുയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ബിജു സാറ്, സബ് ഇൻസ്പെക്ടർ രജനീഷ് സാറ്, അതുപോലെ തന്നെ സ്കൂളിലെ HM, സ്കൂളിലെ അധ്യാപകരെ, അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, ഈ പറയുന്ന പോലെ എല്ലാ സ്കൂളിലും അല്ലെങ്കിൽ എല്ലാ പ്രദേശത്തും ചെല്ലുമ്പോൾ ഒത്തിരി കഴിഞ്ഞ ശനിയാഴ്ച, ഇന്ന് തിങ്കളാഴ്ചയാണ്, കഴിഞ്ഞതിൻ്റെ അങ്ങേ ശനിയാഴ്ച നടന്നൊരു സംഭവത്തിലാണ് ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. എല്ലാവരും വിളിച്ച് ആദരവ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ അവരോടെല്ലാം പറയാറുണ്ട്, ആദരവ് എന്ന് പറയുന്നത് ശരിയുള്ളൊരു കാര്യമല്ല. ആദരവ് എന്ന് പറയുന്നത് വലിയ ആൾക്കാർക്ക് കൊടുക്കുന്ന സംഭവമാണ് ആദരവ്. ഞാൻ പറഞ്ഞ കാര്യം, ഞങ്ങൾ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ പോലീസിൽ, ഞാൻ കുറച്ച് നാൾ മുമ്പ് ഫയർഫോഴ്സിലായിരുന്നു ജോലി ചെയ്തത്. ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായി, 7-8 കൊല്ലമായിട്ട് പോലീസിൻ്റെ ഭാഗമായി സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തു വരുന്ന ആളാണ്. നമ്മൾ ആദരവ് എന്ന് പറയുമ്പോൾ വലിയ ബഹുമാനിക്കപ്പെടുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന സംഭവമാണ്. പക്ഷേ ഈ യൂണിഫോം ഇട്ട ഞങ്ങളുടെ ജോലി എന്ന് പറയുന്നത്, ഞങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുക എന്നുള്ളതാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ നൽകുക എന്നുള്ളതാണ് പോലീസ് എന്നുള്ള വിഭാഗത്തിൽ ഞങ്ങളുടെ കർത്തവ്യമായിട്ടുള്ളത്. അത്തരത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാൻ പോകുമ്പോൾ യൂണിഫോം ഇട്ട് ആ കർത്തവ്യം മനസ്സിൽ ഓർത്ത് ആ സ്പോട്ടിൽ ചെല്ലുന്ന ഞങ്ങൾക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കാതിരിക്കാൻ കഴിയില്ല. അത് ഞാനായാലും ഈ പറയുന്ന രജനീഷ് സാറായാലും ആരായാലും ഇതൊക്കെ തന്നെയാണ്. ഇതല്ലെങ്കിൽ ഇതിന്റെ വേറൊരു രീതിയിലുള്ള കാര്യം അമ്മയുടെ രക്ഷപ്പെടുത്താനുള്ള നടപടികളായിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് യാതൊരു മാറ്റമില്ലാത്ത കാര്യമാണ്.
പോലീസ് സ്റ്റേഷനെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു നിർത്താം. ഞാൻ പുത്തൂർ പോലീസ് സ്റ്റേഷനിൽ ഏകദേശം 2-3 വർഷത്തിനടുപ്പിച്ചായിട്ട് സബ് ഇൻസ്പെക്ടറായി ജോലി നോക്കി വരികയാണ്. പണ്ടത്തെ കാലത്തെ പോലീസ് സ്റ്റേഷനുകളെ കുറിച്ച് നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയത്തില്ല, നിങ്ങളുടെ ടീച്ചർമാർക്ക് അറിയാം. ഒരു 2000 അല്ലെങ്കിൽ ഒരു 2005 മുമ്പുള്ള പോലീസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ നമുക്ക് പേടിയാണ്. പ്രായമുള്ള അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ വരുമ്പോൾ പറയും, സാറേ പോലീസ് സ്റ്റേഷൻ ഞങ്ങൾ ഇതേവരെ കയറിയിട്ടില്ല, പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോഴേ ഞങ്ങളുടെ മുട്ട് പറിക്കും എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന പോലീസ് സ്റ്റേഷനൊക്കെ മാറി ഇത്തരത്തിൽ വളരെ ജനസൗഹൃദമായ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് മാറിയ ഒരു കാലഘട്ടമാണുള്ളത്. അതിനെയാണ് നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ജനമൈത്രി പോലീസ് സ്റ്റേഷനുകൾ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് അതിനകത്ത് ചെറിയൊരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. എന്റെ പോലീസ് സ്റ്റേഷനിൽ നടന്നു ഇതുപോലെ ദിവസവും ദൈനംദിന പോലീസ് സ്റ്റേഷനുകളിൽ വളരെയധികം കാര്യങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ട്. എന്റെ പോലീസ് സ്റ്റേഷനിൽ ഏകദേശം ഒരു കൊല്ലം മുമ്പ് ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു വന്നു. ഒരു മോളാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ്. അവളുടെ അപ്പൂപ്പനുമായിട്ടാണ് വന്നത്. പ്രായമുള്ള ഒരാളും കൂടെ ഉണ്ട്, അപ്പൂപ്പനാണെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒരു പരാതിയുമായാണ് സ്റ്റേഷനിലേക്ക് വന്നത്. ആ സ്റ്റേഷനിൽ പരാതി സ്വീകരിക്കുന്ന കൗണ്ടറുണ്ട്. അവിടെ വന്ന് പരാതി മോള് കൊടുത്തു. ഈ പരാതി ഒന്ന് വായിച്ചു നോക്കുമ്പോഴേ അവിടെ ഇരുന്ന പോലീസുകാരൻ ഒരു ചിരി ഇരിച്ചു. ഞാൻ വിചാരിച്ചു ഇത്രയും ചിരിക്കാൻ വേണ്ടി എന്താണ് ഈ പരാതിക്കകത്തുള്ളതെന്ന് ചിന്തിച്ചു. ഈ പരാതി പെട്ടെന്ന് കൈമാറി എന്റെ പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ പേരും ചിരിച്ചു. ആ ചിരി കണ്ടുകൊണ്ട് ഞാൻ ബാക്കിയുള്ള പരാതിക്കാരെ മാറ്റി നിർത്തി എന്താണ് ആ പരാതിയുടെ കണ്ടന്റ് എന്ന് അറിയാൻ വേണ്ടി ആ പരാതി ഞാൻ വാങ്ങിച്ച് ആ കുഞ്ഞു മകളെയും അപ്പൂപ്പനെയും കൂടെ എന്റെ റൂമിലേക്ക് വിളിച്ചു. ആ പരാതി വായിച്ചു നോക്കി. ആ പരാതിയിൽ എഴുതിയിരുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട ഇൻസ്പെക്ടർ സാർ, എന്റെ വീട്ടിൽ ഓമനിച്ച് വളർത്തിയിരുന്ന തത്തമ്മ കൂട്ടിൽ നിന്ന് പറന്നുപോയി. നിങ്ങൾ ചിരിച്ചില്ലേ? ആ ചിരി, ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ എനിക്ക് ചിരിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ വീട്ടിൽ നിന്ന് 10 പവന്റെ സ്വർണം നഷ്ടപ്പെട്ട അതേ വിഷമമാണ് ആ കുഞ്ഞിന്റെ ഓമനിച്ച് വളർത്തിയിരുന്ന തത്ത പറന്നു പോയപ്പോൾ ആ കുഞ്ഞിന്റെ മുഖത്ത് ഞാൻ കണ്ടത്. അമ്മ സുഖമില്ലാതെ ആശുപത്രിയിൽ കിടപ്പാണ്. എന്റെ വീട്ടുകാരെല്ലാം അമ്മയെ നോക്കാൻ വേണ്ടി ആശുപത്രിയിൽ പോയിരുന്നു. അപ്പൂപ്പനാണ് രാവിലെ തത്തമ്മയ്ക്ക് ആഹാരം കൊടുക്കാനായി പോയത്. അപ്പൂപ്പൻ ആഹാരം കൊടുക്കാൻ സമയം തത്തമ്മ പറന്നുപോയി. എങ്ങനെയെങ്കിലും അതിനെ കണ്ടെത്തി തരണമെന്ന് ആലോചിക്കുന്നു. ഞാൻ കുട്ടികളോടല്ല ചോദിക്കുന്നത്, അധ്യാപകർ ചിന്തിക്കുക. 2005 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ 4ാം ക്ലാസ് കാലഘട്ടത്തിൽ ഇത്തരത്തിലൊരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോകത്തില്ല. പോയായിരുന്നെങ്കിലുള്ള അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൂപ്പന്റെ അടി 2 കിരണത്തും അടി കൊണ്ടേനെ. കുഞ്ഞു ഓടിയ ഓട്ടത്തിന് അവിടെ ഒന്നും പുല്ല് പോലും കാണത്തില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി ഇത്രയും വളരെ ചെറിയ കാര്യങ്ങൾ, നിങ്ങൾക്കാണ് ചെറിയ കാര്യം, കുഞ്ഞു മനസ്സിൽ വലിയ കാര്യമാണ്. അത്തരത്തിലുള്ള കുഞ്ഞു കാര്യങ്ങൾ പോലും വലിയ കാര്യങ്ങളായി കണ്ട് സ്റ്റേഷനിലേക്ക് സധൈര്യം കടന്നു വരാൻ കഴിയുന്ന ഒരു കാലഘട്ടമായി ഇന്ന് പോലീസിനെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞു വന്നതുപോലെ നമ്മളുടെ മുമ്പിൽ കാണുന്ന ഏത് കാര്യവും നമ്മൾക്ക് വലുതായി കാണണം. ഞാൻ എന്റെ പോലീസ് സ്റ്റേഷനിൽ വരുന്ന സമയത്ത് ഒത്തിരി കുട്ടികൾ പോലീസ് സ്റ്റേഷൻ കാണാൻ വരാറുണ്ട്. അവർ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ മനസ്സിൽ ഒരു ആശയം എപ്പോഴും വേണം. നമ്മളുടെ മുമ്പിലുള്ളയാൾ നമ്മളെക്കാളും ഒട്ടും ചെറുതല്ല. എന്റെ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നയാൾ എന്നെക്കാളും സാമ്പത്തികമായിട്ടും സാമൂഹ്യമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും എല്ലാം ഏറ്റവും ഉന്നതിയിലുള്ള ആളാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത്തരത്തിൽ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. 10 വയസ്സ് 15 വയസ്സുകളുള്ള മക്കള് എന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നാൽ അവളെ അല്ലെങ്കിൽ അവനെ ഞാൻ എന്റെ മക്കളായി കാണും. ഒരു 40-50 വയസ്സുള്ള ഒരാളാണെങ്കിൽ ഞാനത് എന്റെ സഹോദരനാണെന്ന് വിചാരിക്കും. 50-ൽ മുകളിലുള്ള ഒരാളാണ് എന്റെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ അവരെ നമ്മുടെ അച്ഛനെയോ അമ്മയോ ആയിട്ട് കാണും. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളും പഠിച്ച് വലിയ വലിയ സ്ഥാനങ്ങളിലെത്തും. നിങ്ങളും ഏതെങ്കിലുമൊക്കെ ഉദ്യോഗങ്ങൾ ഇതുപോലെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അത് നമ്മളുടെ ഒരു ബന്ധുവോ നമ്മളുടെ ഒരു അച്ഛനോ നമ്മളുടെ അമ്മയോ നമ്മളുടെ സഹോദരനോ ആയി കണ്ടാൽ ഒരിക്കലും ഒരു ദിവസം പോലും താമസിപ്പിക്കാതെ അവർക്ക് നീതി കൊടുത്തു വിടാൻ പറ്റും. നിങ്ങളൊരു ഓഫീസിൽ ക്ലർക്കായിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നു, നിങ്ങൾ തന്നെ ആലോചിച്ചു, നിങ്ങളുടെ അമ്മ ഒരു ഓഫീസിലേക്ക് പോവാണ്, പഞ്ചായത്തിലേക്കോ വില്ലേജിലേക്കോ മറ്റോ ഒരു ആവശ്യത്തിന് വേണ്ടി പോവാണ്. അവിടെ ചെന്ന് ഒരു ദിവസം പോയി നടന്നില്ല, 2ാമത്തെ ദിവസം പോയി നടന്നില്ല, 3ാമത്തെ ദിവസം പോയി നടന്നില്ല. അപ്പോൾ നമുക്കുണ്ടാവുന്ന വിഷമവും ദേഷ്യവും എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ ആലോചന നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഉന്നത സ്ഥാനങ്ങളിൽ എത്തുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരാൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ അമ്മയോ അച്ഛനോ ആയി കണ്ട് നമ്മൾക്ക് ആ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കാൻ സാധിക്കും. അത്രമാത്രമാണ് ഞാനും ചെയ്തത്. നിങ്ങൾ അത്രമാത്രം ചിന്തിക്കുക. എന്റെ ജോലിയുടെ ഭാഗമായി ഞാൻ അവിടെ ചെന്നു. 74 വയസ്സുള്ള ഒരു അമ്മ കിണറ്റിൽ മരണപ്പെടാനായി മല്ലിട്ട് കിടക്കുന്നത് കണ്ടു. ആ അമ്മ എന്റെ അമ്മയാണ് എന്ന് ചിന്തിച്ചാൽ അതിനകത്ത് 2 കോയിൻസിഡൻസ് ഉണ്ട്. ഒന്ന്, എന്റെ അമ്മയുടെ വയസ്സ് 74 വയസ്സാണ്. ആ അമ്മയുടെ അവിടെ മരണപ്പെടാൻ വേണ്ടി കിണറ്റിലുണ്ടായിരുന്ന അമ്മയുടെ പേര് രാധമ്മ എന്നാണ്. രാധമ്മ എന്ന് പറയുന്ന ഒരു അമ്മയാണ് ഞാൻ രക്ഷപ്പെടുത്തിയത്. ഈ രാധ വെട്ടി കമലയാക്കിയാൽ എന്റെ അമ്മയായി. എന്റെ അമ്മയുടെ പേര് കമലമ്മ എന്നാണ്. മനസ്സിലായോ?
നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മുടെ അമ്മയാണ് കിണറ്റിൽ കിടന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. അങ്ങനെയാണ് ഓരോ പോലീസുകാരും. നമ്മൾ ചെല്ലുന്ന സമയത്ത് യുക്തി അനുസരിച്ച് അവിടുത്തെ രീതികൾ എങ്ങനെയനുസരിച്ച് അതിനെ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് മാത്രം നടന്ന സംഭവമാണ് ഈ സംഭവം. ഞാൻ പറഞ്ഞില്ലേ, ആരൊക്കെയോ ഗ്രൂപ്പുകളിൽ എടുത്തിട്ടു, ഇത് വലിയ സംഭവമായി എല്ലായിടത്തും അറിഞ്ഞു. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഓരോ ദിവസവും ഓരോ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്. ഇതൊന്നും പുറത്തറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എപ്പോഴും നെഗറ്റീവ് ആംഗിളിലാണ് പോലീസിനെ കാണുന്നത് അല്ലേ? നമ്മളുടെ കാഴ്ചപ്പാടാണ് ഒരാളെ കുറിച്ച് നമ്മൾക്കൊരു ചിത്രം തരുന്നത്. നമ്മളെപ്പോഴും പോലീസിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ ചീത്ത വിളിക്കുന്നവരാണ്, അവരടിക്കുന്നവരാണ്, അവര് നിയമം പാലിക്കാൻ വേണ്ടി എല്ലാവരെയും നിർബന്ധിക്കുന്നവരാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് പോലീസിനോടൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണുള്ളത്. ആ ആറ്റിറ്റ്യൂഡ് മാറ്റി പോസിറ്റീവ് ആക്കിയാൽ നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച്, നല്ല വശങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. എത്രയോ ആൾക്കാർ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ ചെയ്യുന്നുണ്ടെന്ന് അറിയൂ. എത്രയോ അമ്മമാരെ സംരക്ഷിക്കുന്ന പോലീസ് സ്റ്റേഷനുകളുണ്ടെന്ന് അറിയൂ. എത്രയോ വൃദ്ധസദനങ്ങളിൽ സ്ഥിരമായി സന്ദർശനം നടത്തി അവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കുന്ന പോലീസ് സ്റ്റേഷനുകളുണ്ടെന്ന് അറിയൂ. അത്തരത്തിൽ പോലീസിനെ നല്ല രീതിയിൽ കൂടി, നല്ല കണ്ണിന്റെ കോണിൽ കൂടി കാണണമെന്ന് മാത്രം ആണ് അപേക്ഷിക്കുന്നത്. നിങ്ങൾ കുഞ്ഞു മക്കളാണ്, ഒത്തിരി വളരാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നിങ്ങൾ വിദ്യാഭ്യാസത്തിലൂടെ വളരുന്നതോടൊപ്പം മാനുഷിക മൂല്യങ്ങൾ കൂടി മനസ്സിലാക്കി, അതുപോലെ തന്നെ നമുക്ക് മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായി. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പ്രശ്നം അതാണ്. നമ്മൾ നമ്മളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ നമ്മുടെ സുഖ സൗകര്യങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നമ്മൾ വളർന്നു വരുമ്പോൾ എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ അനിയൻ, എന്റെ വീട് എന്നുള്ളൊരു മാത്രമായിട്ട് ഒതുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു. അത് മാറി വിശാലമായ ഒരു ലോകത്തിലെ ഒരു അംഗമാണ് താനെന്നും ആ വിശാലമായ ലോകം താനിലൂടെ വികസിക്കണമെന്നുമുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മാത്രം മതി നമ്മുടെ സമൂഹം നന്നാവാൻ വേണ്ടി. എല്ലാവർക്കും നല്ലതുണ്ടാവട്ടെ. വളരെ നന്ദിയുണ്ട്. കാരണം ഞാൻ ഒത്തിരി ഒഴിവാക്കാൻ ശ്രമിച്ചൊരു ചടങ്ങാണിത്, വേറൊന്നുകൊണ്ടുമല്ല. ഇതുപോലെ ഈ സമയം വളരെ തിരക്കുള്ള സമയമാണ് പോലീസ് സ്റ്റേഷനിൽ. പക്ഷേ റാണി ടീച്ചർ ഉൾപ്പെടെയുള്ളവർ വിളിച്ചപ്പോൾ എനിക്ക് വരാതിരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. നിങ്ങളുടെ സ്നേഹത്തിനും നന്ദിക്കുമെല്ലാം, സ്നേഹത്തിനും ആദരവിനും എല്ലാം നന്ദിയുണ്ട്. എപ്പോഴും ഞാൻ പറയും, ആദരവ് എന്ന് പറയേണ്ട, നിങ്ങളുടെ സ്നേഹം ആസ്വദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, സ്നേഹം പങ്കിടാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതിനോടൊപ്പം എന്റെ പ്രിയപ്പെട്ട ബിജു സാറും രജനി സാറും വന്നതിലും സന്തോഷമുണ്ട്. മുഴുവൻ പേർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. നല്ല വാക്കുകൾക്ക് വളരെയധികം നന്ദി സാർ. നമ്മള് ബഹുമാനപ്പെട്ട HM നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. വേദിയിലിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും പ്രചോദനമാകുന്ന ഒരു സംഭവമാണ് നടന്നത്. ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ടോ അനാസ്ഥ കൊണ്ടോ ഒരു ജീവൻ നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു തരത്തിലും അത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും അനുകരിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പ്രചോദനമാകുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് നിങ്ങളിന്നിവിടെ കണ്ടത്. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയും അതിന്റെ പിന്നിലുണ്ടായ ചേതോവികാരവും എല്ലാം നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ചു. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് വരും ജീവിതത്തിൽ ഒരു പ്രചോദനമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ശ്രീ ജയേഷ് സാറിന് നന്ദി പറയുന്നതിനായി നമ്മുടെ സീനിയർ അസിസ്റ്റന്റും SPCയുടെ CPOയുമായ
ഗിരിജ ടീച്ചറിനെ സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ ജയേഷ് സാറ്, HM, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ഒരു അസംബ്ലിയാണ്. അസംബ്ലിയോടൊപ്പം നമ്മുടെ ഇത്തരത്തിലൊരു പരിപാടിയും കൂടി അറേഞ്ച് ചെയ്തതാണ്. യഥാർത്ഥത്തില് മറ്റു പരിപാടികൾക്കൊന്നും നന്ദി നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷേ ഈ തിരക്കിട്ട സർവീസ് ജീവിതത്തിനിടയിൽ ഒരു അല്പസമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന് സാറിനോടുള്ള നന്ദി പറയാതിരിക്കാൻ നിർവാഹമില്ല. സാറ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇതൊരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച ഒരു സാധാരണ സംഭവമാണ്. ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥരെ സാറായാലും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഞങ്ങൾ ഇത്തരത്തില് ഒരു പരിപാടി അറേഞ്ച് ചെയ്തതിന് പിന്നിൽ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. സാറിന് അറിയാം തീർച്ചയായിട്ടും. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരുടെ വായിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നതും അവരെ നേരിട്ടൊന്ന് കാണുന്നതും നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പ്രചോദനമായിരിക്കും എന്നത് തീർച്ചയാണ്. അപ്പൊ അത് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാറിന്റെ ഈ തിരക്കിനിടയില് ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ ഇത്തരത്തില് പലയിടത്തും ആവുമ്പോ ഒരുപക്ഷെ അത് ജോലിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവാം. എങ്കിൽ പോലും അത് ഒരിക്കലും അതൊരു പാഴ്സമയമാവില്ല എന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് സാർ ഇവിടെ എത്തിയതും നമ്മുടെ മക്കൾക്ക് ഒരു അല്പസമയം നമ്മുടെ മക്കളോട് സംസാരിച്ചതും. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് ജയേഷ് സാറിനോടുള്ള പുയപ്പള്ളി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകരും കുഞ്ഞുമക്കളും തീർച്ചയായിട്ടും കടപ്പെട്ടവരായിരിക്കും. നന്ദി.